കളമശ്ശേരിയിലെ പൊട്ടച്ചാൽ തോടിന്റെ നവീകരണത്തോടെ സമീപ പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടിന് പരിഹാരമാകുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കളമശ്ശേരി മണ്ണാപ്പിള്ളി നഗറിൽ പൊട്ടച്ചാൽ തോട് പ്രളയ നിവാരണ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉദ്ഘാടന ചടങ്ങിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അധ്യക്ഷത വഹിച്ചു. കളമശ്ശേരി മണ്ണാപ്പിള്ളി നഗറിൽ പൊട്ടച്ചാൽ തോട് പ്രളയ നിവാരണ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. നവീകരണത്തിന് വേണ്ടി വരുന്ന പ്രവർത്തികൾ ഞാൻ എന്റെ റിപ്പോർട്ട് കാണാനിടയായി. കുറ്റമറ്റതായിട്ടാണ് വർക്കുകൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അത് ഭംഗിയായി പൂർത്തീകരിക്കുന്നതോടുകൂടി തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾ ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം അതിനാവശ്യമായ ഫണ്ട് കണ്ടെത്തുക, അത് ഏത് നിലയിൽ കൊണ്ടുവരാൻ പറ്റും. റീബിൽഡ് കേരളയിലെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയൊക്കെ സ്വീകരിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ അതിനൊക്കെ ചിലപ്പം ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടു. പക്ഷെ അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഒരു ഇടപെടലാണ് ഈ മണ്ഡലത്തോട്, ഈ പ്രദേശത്തോടുള്ള പ്രിയപ്പെട്ട നിങ്ങളുടെ MLA ശ്രീ പി രാജീവിൻ്റെ കരുതലാണ് ഈ പൊട്ടച്ചാൽ തോട് പ്രളയ നിവാരണ പദ്ധതി പൂർത്തീകരിക്കാൻ സാധിക്കുന്നത്, തുടങ്ങാൻ സാധിക്കുന്നു എന്നുള്ളത് ഞാൻ അഭിമാനപൂർവ്വം പറയുന്നു. കനത്ത മഴയിൽ പൊട്ടച്ചാൽ തോടിന്റെ സമീപ പ്രദേശങ്ങളിൽ വെള്ളം കയറുന്ന സാഹചര്യത്തിലാണ് പ്രളയ നിവാരണ പദ്ധതി നടപ്പിലാക്കുന്നതെന്നും വിദഗ്ധ പഠനത്തിന് ശേഷം സർക്കാർ തലത്തിൽ യോഗം ചേർന്ന് റീബിൽഡ് കേരളയിലൂടെയാണ് പദ്ധതിക്ക് അംഗീകാരം നൽകിയതെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിന്റെ അധ്യക്ഷതയിലാണ് ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒരുമിച്ച് നിന്നതിന്റെ ഫലമായിട്ടാണ് പൊട്ടച്ചാൽ തോട് പ്രളയ നിവാരണ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രവർത്തനം എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കും. യോഗത്തിൽ തന്നെ എല്ലാവരും പല അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ, രണ്ടാം ഘട്ടവും ഇതിന് മുന്നോടിയായി നമ്മൾ സംഘാടക സമിതി വിളിച്ചപ്പോഴും ചില സംശയങ്ങളൊക്കെ ഉന്നയിക്കുകയുണ്ടായി. ഒന്നിച്ച് വഴി ആകെ ബ്ലോക്ക് ആകാതെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി പോസ്റ്റും ഇതെല്ലാം മാറ്റുന്നതിനുള്ള കാര്യവും ഇതിന്റെ എസ്റ്റിമേറ്റിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കളമശ്ശേരി നഗരസഭ അധ്യക്ഷ സീമ കണ്ണൻ, കേരള വാട്ടർ അതോറിറ്റി ബോർഡ് മെമ്പർ ഉഷാലയം ശിവരാജൻ, ജില്ലാ പ്ലാനിംഗ് ബോർഡ് മെമ്പർ ജമാൽ മണക്കാടൻ, മുൻ MLA AM യൂസഫ്, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾ ഏതുമാവട്ടെ, എല്ലാം സോൾട്ടിലുണ്ട്. ദ സോൾ ഫാഷൻ നിയർ ശ്രീനാരായണ ഹാൾ, ചുള്ളിക്കൽ, കൊച്ചി.